إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളികളൊക്കെ വീണ്ടും ആളുകളെ കൊണ്ട് നിറയുകയും സജീവമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പഴയ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലാഹു എളുപ്പത്തിലെത്താനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കോവിഡ്-19 ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു ഈ മാരക വിപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി ആളുകൾ പലവിധ പ്രശ്നങ്ങളുമായി മല്ലിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല പ്രശ്നങ്ങളും പരിശോധിക്കുമ്പോൾ ബന്ധങ്ങൾ തമ്മിൽ തെറ്റിക്കിടക്കുന്നത് കാണുമ്പോൾ ഒക്കെ അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പലതും വസ്തുതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവില്ല. ചില ആളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത്, തെറ്റി നിൽക്കുന്നത്, ചില ബന്ധങ്ങൾ വഷളായതൊക്കെ അതിൻ്റെ അടിസ്ഥാന കാരണം പരിശോധിക്കുമ്പോൾ വസ്തുതകളൊന്നും ഉണ്ടാവില്ല. അതേസമയം ഊഹം പെരുപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും കളവ് പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ആയിരിക്കും ഇത്തരം പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിൽ, രണ്ട് ചങ്ങാതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ വസ്തുതാപരമായ ഒന്നും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പോൾ പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും, തമ്മിൽ തെറ്റി നിൽക്കുന്നവരുണ്ടാവും. അടിസ്ഥാനപരമായി നമ്മൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ വസ്തുതാപരമായ ഒന്നും ഉണ്ടാവും. അതുപോലെ തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാവട്ടെ, ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാവട്ടെ, അതുപോലെ തന്നെ വിവിധ പാർട്ടികളിലും സംഘങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നവരാവട്ടെ, തമ്മിൽ പിണങ്ങി നിൽക്കുകയും അതുപോലെ തന്നെ തെറ്റി നിൽക്കുകയും വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട് എന്ന് സമൂഹത്തിൽ സംസാരങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ചിലത് ഊഹങ്ങളായിരിക്കും, ചിലത് ആരെങ്കിലും കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചതായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാവാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ നിരപരാധിയായിരിക്കും.
പക്ഷേ സാഹചര്യങ്ങൾ ചിലപ്പോൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഊഹങ്ങളുടെയും കളവിൻ്റെയും തെറ്റിദ്ധാരണകൾക്കുമൊക്കെ പുറകെ നമ്മൾ പോയാൽ സംഭവിക്കുക നമ്മുടെ സ്നേഹബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകും. നമ്മൾ പരസ്പരം അകന്നു പോകും. സ്നേഹത്തിന് പകരം വെറുപ്പും അതുപോലെ തന്നെ വിദ്വേഷവും പകയുമൊക്കെയാണ് കടന്നു വരിക എന്ന് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പ്രത്യേകിച്ചും നമ്മളത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരാളോട് മറുപുറത്തുനിന്ന് നടന്നു വരുന്ന നമ്മുടെ പരിചിതനായ ഒരാളോട് സലാം പറഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷേ എന്തോ ദൗർഭാഗ്യവശാൽ അയാൾ നമ്മുടെ സലാം ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അയാളുടെ തലയിൽ വലിയ പ്രശ്നങ്ങൾ, അതിനേക്കാളും വലിയ എന്തെങ്കിലും ചിന്തിച്ച് പോവുകയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വിഷമമായിട്ട് പോവുകയായിരിക്കും. നമ്മൾ വളരെ കൂളായി ചിലപ്പോൾ സലാം പറഞ്ഞത് ചിലപ്പോൾ അയാൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ എന്തായിരിക്കും, അയാളിപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യാതെ പോവുകയായി, അയാളൊക്കെ വലിയ ആളായിപ്പോയി, എന്തൊരു തലക്കനാണ് മനുഷ്യന്, ഞാനെന്നാളെ പോകുമ്പോൾ സലാം പറഞ്ഞിട്ട് മടക്കിയില്ല എന്നൊക്കെ പല അശുഭ ചിന്തകളും നമ്മുടെ മനസ്സിൽ പിശാച് ഉണ്ടാക്കുമെന്നാണ്, വിശ്വാസം ഉണ്ടാക്കും എന്നതാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നന്നായി നല്ല കാര്യങ്ങളായി, ചിലപ്പോൾ അത് കേൾക്കാഞ്ഞിട്ടാവും, അയാൾ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് പോയതായിരിക്കും, ഞാൻ പറഞ്ഞത് ഒച്ചത്തിലാവാഞ്ഞിട്ടാണ് എന്നൊക്കെ ഉള്ള നിലയ്ക്ക് നമ്മളതിനെ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നമുക്ക് അകറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരം ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ഫോൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും. മെസ്സേജൊക്കെ വാട്സപ്പിലാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ടിക്ക് മാർക്കുകൾ നോക്കിയാൽ അയാളത് കണ്ടോ വായിച്ചോ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അത് അയാൾ തന്നെ കണ്ടോളന്നില്ലല്ലോ. ചിലപ്പോൾ അധികവും ഇപ്പോൾ കുട്ടികളുടെ കയ്യിലായിരിക്കും ഫോണ്, കുട്ടികളായിരിക്കും ചിലപ്പോൾ അത് കണ്ടത്. ചിലപ്പോൾ എന്തെങ്കിലും അവിചാരിതമായ മെസ്സേജുകൾ ചിലപ്പോൾ നമ്മളെ മൊബൈലിലേക്ക് വരും. നമ്മൾ അയാളെ തെറ്റിദ്ധരിക്കും, എന്തൊരു മനുഷ്യനാണ്, വലിയ ആലിമാണ് അയാൾ, വലിയ ഉസ്താദാണ് അയാൾ, നാട്ടിൽ വലിയ പ്രമുഖനാണ്, എന്ത് മെസ്സേജാണ് അയാൾ അയച്ചത് എന്നൊക്കെ ചിന്തിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കയറിയാൽ എന്ത് നോട്ടിഫിക്കേഷനാണ് വരിക എന്നറിയില്ല. പലരും പല രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് അയാൾ വസ്തുതാപരമായി സത്യസന്ധമായി ഒരാൾ ചിലപ്പോൾ നിരപരാധിയായിരിക്കും. പക്ഷെ നമ്മൾ തെറ്റായി ചിന്തിക്കുന്നത് കൊണ്ട്, അത്തരം ആളുകളെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മൾ ഒരാളെ പറ്റി ഒരു 10 ആളോട് ഈ അനുഭവം പങ്കുവെക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പേരിൽ ഉണ്ടാകുന്നു എന്നതാണ്. നമ്മൾ തന്നെ അസ്വസ്ഥമായി, നമ്മുടെ മനസ്സിൽ ടെൻഷനായി, ഒരാളുടെ അഭാവത്തിൽ അയാളെ പറ്റി പരദൂഷണം പറയലായി, അത് ഇല്ലാത്തതാണെങ്കിൽ കളവായി. നമ്മുടെ പേരിൽ എത്ര കുറ്റങ്ങളാണ് നമ്മൾ അറിയാതെ തന്നെ വന്നു പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊരാളുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കുകയും അതുപോലെ തന്നെ വസ്തുതകൾ അറിയാതെ ഒരാളെ പറ്റിയോ ഒരു സമൂഹത്തെ പറ്റിയോ ഒന്നും നമ്മൾ ആ നിലയ്ക്ക് ചീത്ത വിചാരിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക. നമ്മൾ സ്വയം എത്തിച്ചേരുന്ന ഒരു വിധി അയാളെ പേരിൽ തീർപ്പാക്കുക, അയാൾ അങ്ങനെ തന്നെയാണ്, എനിക്ക് അനുഭവമുണ്ട്, ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ വിധി പറയുന്ന ഒരു സ്വഭാവവും പ്രവണതയും ഒക്കെ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ ശരിക്കും അറിയാം അള്ളാഹ്ക്കാണ്. പുറമേക്ക് കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ അയാളുടെ ഉള്ള്. പുറമേക്ക് നമ്മൾ ചീത്ത മനുഷ്യനാണെന്ന് മനസ്സിലാക്കുന്ന ആൾ ചിലപ്പോൾ അയാളുടെ സ്വകാര്യതയിൽ നമ്മളെക്കാളേറെ വ്യക്തിവിശുദ്ധിയും അതുപോലെ തന്നെ ഇബാദത്തും ദീനീ കാര്യങ്ങളും ദിക്റും സ്വലാത്തും ഒക്കെ ആയി നടക്കുന്ന ആളായിരിക്കും. നമ്മൾ പലപ്പോഴും പുറത്തെ രൂപം കണ്ട് ചിലപ്പോൾ അയാളെ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഉണ്ടാകരുത് എന്നത് ഇസ്ലാം കർശനമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാർഗനിർദ്ദേശമാണ്. നോക്കൂ, ജുഹൈന എന്ന സ്ഥലത്ത് അവിടുത്തെ സഹാബികളുടെ കാലത്തും റസൂലിൻ്റെ കാലത്തും ഒരു യുദ്ധം നടന്നു. ഹുൽക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ശത്രുക്കളും അതുപോലെ തന്നെ മുസ്ലിം സൈന്യവും ഏറ്റുമുട്ടി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ശത്രുവായ ഒരു മനുഷ്യനെ ഉസാമ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കൊല്ലാൻ പാകത്തിന് കിട്ടി. ശത്രുവാണ് അയാൾ. പക്ഷെ അയാൾ ആ സമയത്ത് ഒരു കവിത പാടി, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഞാൻ ഉച്ചരിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അയാൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇയാളത് യഥാർത്ഥത്തിൽ മനസ്സിൽ ഉറച്ചിട്ടല്ല പറയണത് എന്ന് തോന്നി. ആണോ അല്ലേ എന്ന് ഉസാമക്കും അറിയില്ല, ബാക്കിയുള്ളവർക്കും അറിയില്ല. റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്തു, ഇത് താൽക്കാലികമായ ഒരു തട്ടിപ്പാണ്, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ളവർക്ക് അയാളെ എന്ത് ചെയ്തു, അയാളെ കൊലപ്പെടുത്തി എന്നാണ്. അങ്ങനെ കൊലപ്പെടുത്തി. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. റസൂലുള്ള ചോദിക്കുന്നുണ്ട്, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച ഒരു മനുഷ്യനെ
താങ്കൾ കൊലപ്പെടുത്തിയല്ലേ എന്ന് റസൂൽ വളരെ ഗൗരവത്തിൽ ചോദിക്കുന്നുണ്ട്. നോക്കൂ, ചില ആൾക്കാരൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും നമുക്ക് വിശ്വാസം വരില്ല. നമ്മുടെ കൂടെ പാർട്ടിയിലോ സംഘടനയിലോ നമ്മുടെ നിലപാടിലോ അല്ലാത്ത ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് അളക്കുക? നമ്മൾ അങ്ങനെ ഒരാളുടെ വിശ്വാസം അളക്കേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ആശയങ്ങളെ കൈമാറുക, ആദർശം പഠിപ്പിച്ചു കൊടുക്കുക, ആദർശങ്ങളിൽ വരുന്ന തെറ്റുകളും പോരായ്മകളും ഒക്കെ നസീഹത്തോടു കൂടി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. വിശ്വാസിയായ ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ പോലും നമ്മൾക്ക് അത് നേർക്ക് നേരെ ചോദ്യം ചെയ്യാൻ അവസരമില്ല എന്നുള്ളതാണ്. അത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കൂ, അയാൾ വിശ്വാസിയാണെങ്കിൽ, മനസ്സറിഞ്ഞിട്ടാണ് അയാൾ വിശ്വസിച്ചിരുന്നത് എങ്കിൽ ഉസാമ നിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്നാണ് അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് വിധി കൽപ്പിക്കുന്നതിനപ്പുറത്ത് അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അയാൾ അങ്ങനെ ചെയ്യുന്നത്, അയാൾ അങ്ങനെ പറഞ്ഞതൊക്കെ ചിലപ്പോൾ നമുക്ക് ബോധ്യമുണ്ടാവും. പക്ഷെ അതിൽ വിധി കൽപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് വിടുക എന്നുള്ളതാണ്. നമുക്ക് പറ്റാത്തത് അള്ളാഹുവും അയാളും തമ്മിൽ ആയിക്കോട്ടെ എന്ന ഒരു വിധി നമ്മൾ കൽപ്പിക്കുകയാണ് നമ്മുടെ ആഖിറത്തിനും പരലോകത്തിനും ഏറ്റവും നല്ലത് എന്നതാണ്. നോക്കൂ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പോരായ്മകൾ ശ്രദ്ധിക്കും. എത്രയോ ന്യൂനതകൾ, ഒരാൾ 10 ആൾ ഒരു വരിയിലാണ് പോയാൽ 10 ആളെ പറ്റി നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ അവരിൽ പറയുന്ന പല കുറ്റങ്ങളും പല സന്ദർഭങ്ങളിലായി നമ്മുടെ ജീവിതത്തിലും വന്നതാവും, അല്ലെങ്കിൽ വരാനുള്ളതാവും. പലരിലും നമ്മൾ പറയുന്ന പല കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ നമ്മിലും പലപ്പോഴും സംഭവിച്ചു ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കുന്നതുണ്ടാവും. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും നാട്ടിൽ. അത്തരം സാഹചര്യങ്ങളിൽ വിശ്വാസികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ സംശയിച്ചേക്കാം എന്ന നിലക്കുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ വിശ്വസിച്ച് തെറ്റിദ്ധരിച്ച് അപവാദങ്ങൾക്ക് കൂട്ടുനിന്ന് നമ്മൾ നമ്മുടെ അമലുകൾ എന്ത് ചെയ്യരുത്, ഒളിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു അപവാദ പ്രചരണം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാന്ദർഭികമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് റസൂലിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. വഴിയിൽ വെച്ച് കൂട്ടം തെറ്റിപ്പോയതാണ്, വഴി മാറിപ്പോയതാണ്, ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടവെന്ന് അന്വേഷിച്ച് വൈകിപ്പോയതാണ്. അതായിരുന്നു അതിന് വസ്തുത. പക്ഷെ ആളുകൾക്കിടയിൽ വലിയ കിംവദന്തി പരക്കുകയുണ്ടായി. റസൂലിന്റെ ഭാര്യ തെറ്റ് ചെയ്തിരിക്കുന്നു, സഫ്വാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, വ്യഭിചാര ആരോപണം പരന്നു. വലിയ തോതിൽ വലിയ ആശങ്കകളുണ്ടായി. നാട്ടിലാകെ ഒരു പ്രത്യേക തരത്തിലുള്ള അരക്ഷിതാവസ്ഥയുണ്ടായി. അവസാനം പരിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളായ നല്ല സഹാബികൾ, ജീവിതത്തിൽ അത്രമാത്രം സൂക്ഷ്മത പാലിച്ചിരുന്ന സഹാബികൾ പോലും ഈ തെറ്റിദ്ധാരണകൾക്ക് വിധേയരായിപ്പോയി, വാർത്തകളിൽ വിശ്വസിച്ചു എന്നാണ് ഖുർആൻ അവിടെ ചോദിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ, മുഅ്മിനുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലൗലാ ഇദ് സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശ്വാസികളോടും വിശ്വാസിനികളോടും വിളിച്ചു ഓർമ്മിപ്പിക്കുകയാണ്. ഈ സംഭവം നിങ്ങൾ കേട്ടപ്പോൾ, ആ ആയിഷ റളിയല്ലാഹു അൻഹ സംഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷേ ഇത് എല്ലാ കാലത്തേക്കുള്ള ഒരു പാഠമാണ്. നമ്മുടെ സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസികൾ, വിശ്വസിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവർ, അവർ മുഅ്മിനുകൾ, മുഅ്മിനത്തുകളാവട്ടെ, അവരെന്താ ചെയ്യേണ്ടിയിരുന്നത്? പരസ്പരം നല്ലത് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഒരാൾ വിചാരിക്കേണ്ടതെന്നാണ്. ഒരു വേണ്ടാത്തരം കേട്ടാൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ നല്ലത് വിചാരിക്കുകയും, അതോടൊപ്പം തന്നെ ഹാദാ ഇഫ്കും മുബീൻ, അതൊരു പെരും നുണയാണ്, പെരും കള്ളമാണ് എന്ന് അവരോട് പറയുകയും ചെയ്യുകയായിരുന്നില്ലേ വേണ്ടത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മളൊരു അനർത്ഥമായ ഒരു വാർത്ത കേട്ട്, എനിക്ക് അപ്പോഴേ അറിയാം, എനിക്കൊരു സംശയം ഉണ്ടായി, സാധ്യത ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്, പലരിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മളും അതിൻ്റെ കൂടെ കൂടി അത്തരം ഒരു വാസ്തവമില്ലാത്തൊരു വിഷയത്തിലേക്ക്, വാസ്തവമാണെങ്കിൽ തന്നെ പോകാൻ പാടില്ല, വാസ്തവമല്ലെങ്കിലോ അതിനേക്കാൾ വളരെ ഗൗരവമുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? അവിടെ ബി അൻഫുസിഹിം ഖൈറ, നല്ലത് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിലെ നന്മ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, അത് നുണയായിരിക്കാൻ, കളവായിരിക്കാനാണ് കൂടുതൽ സാധ്യത
എന്ന നിലക്കുള്ളൊരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അത് വസ്തുത ഉണ്ട് എന്ന് തെളിയിച്ചാൽ എങ്ങനെ തെളിയിക്കാം? 4 സാക്ഷികൾ വേണം. അത് കൊണ്ടുവരാൻ കഴിയാതെ ഒരാളെക്കുറിച്ച് അപവാദം നമ്മൾ പ്രചരിപ്പിച്ചാൽ നമ്മൾ കുറ്റക്കാരാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. 4 ആളേറ്റൊന്നും ആരും ഏതായാലും ഈ ഏർപ്പാടിന് പോകില്ലല്ലോ. ഇത്ര രഹസ്യമായിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിലും പരസ്പര സമ്മതത്തോടു കൂടി പോകണമായിരിക്കും. നമ്മൾ എന്താണ് വിചാരിക്കുക? നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വസ്തുതകളൊന്നും അറിയാതെ ഒരാളെ പറ്റി മോശമായ വാർത്തകൾ, ഇപ്പം അതിൻ്റെ ഒരു സീസണാണ് പ്രിയപ്പെട്ടവരെ. തോന്നിയ മാതിരി വാർത്തകൾ പടച്ചുണ്ടാക്കപ്പെടുന്ന ഒരു സമയമാണ്. പലപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമോ ഒരു പാർട്ടിയോ ഒരു രാഷ്ട്രീയ സംഘടനയോ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരാൾ പടച്ചുവിട്ട വാർത്തയാണ് എന്ന നിലക്ക് പലപ്പോഴും നമുക്കതൊരു പ്രചരിപ്പിക്കാൻ ഒരു ആവേശം ഉണ്ടാവും. നമ്മുടെ എതിരാളികൾക്കെതിരെയുള്ള ഒരു ആയുധം കിട്ടി എന്ന സന്തോഷത്തിലൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അത്തരം വാർത്തകൾക്ക് പുറകെ പോകേണ്ടതില്ല. വസ്തുതകൾ അറിയാതെ നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടതില്ല എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. കള്ളവാർത്തകൾ ധാരാളമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, അപവാദങ്ങൾ ധാരാളമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ ആശയപരമായ പ്രതിരോധങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ഓരോ കാലത്തും അധികാരത്തിൽ വരുന്ന ആളുകൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ നടപ്പിലാക്കപ്പെട്ടോ എന്ന നിലയ്ക്ക് ചർച്ചകൾ വരാം. ഇസ്ലാമിലാണെങ്കിൽ ഇസ്ലാമും ഇതര ആളുകളും വെച്ച് പുലർത്തുന്ന ആദർശ ആശയ കാര്യങ്ങളുണ്ടാകും. അത് തമ്മിൽ ഇതാണ് പ്രമാണവുമായി ബന്ധപ്പെട്ടത് എന്ന നിലയ്ക്ക് നമുക്ക് ആശയ പോരാട്ടങ്ങൾ നടത്താം. ശരിതെറ്റുകളെക്കുറിച്ച് തലനാരിയെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ മോശമായ തരത്തിൽ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ ഒന്നും അധിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. മുഅ്മിനീകളെ, വിശ്വാസികളെ, ഈമാൻ കൊണ്ട ആൾക്കാരെ വിളിച്ചു പറയാണ്, നിങ്ങൾ ഊഹങ്ങളെ വെടിഞ്ഞാളിട്ട് ഒഴിവാക്കിക്കളി. ഊഹം കെട്ടിച്ചമച്ച് വന്ന വാർത്തകളെ, അത്തരം എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വെടിയുക. അതിലധികവും കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്ന് പഠിപ്പിച്ചു. വലാ തജസ്സസു, നിങ്ങൾ ഒരാളെ പറ്റി പരദൂഷണം പറയരുത്. ഒരാള് ഇല്ലാത്ത അവസരത്തിൽ അയാളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞെടുക്കുക. അതൊക്കെ തന്നെയാണ് വാട്സപ്പിലൊക്കെ ധാരാളമായി നടക്കുന്നത്. ആളെ നമ്മൾ അറിയില്ല, പക്ഷേ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. പരദൂഷണത്തിന്റെ വാഹകരാകാതിരിക്കുക. നിങ്ങൾ പരസ്പരം ആളുകളെ ഇരട്ടപ്പേര് വിളിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് പദപ്രയോഗങ്ങൾ വിളിച്ച് എന്ത് ചെയ്യരുത്? ഒരാളെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അതിന് എന്തിനോടാണ് ഉപമിച്ചത്? നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അയുഹിബ്ബു അഹദുകും മയ്യകുല ലഹ്മ അഖീഹി മൈതൻ. നമ്മുടെ രക്തത്തിൽ നമ്മുടെ രക്തബന്ധു അല്ലെങ്കിൽ നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ കൂടപ്പിറപ്പ്, നമ്മുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ശരീരം പിച്ചി ചീന്തി അതിൽ നിന്നൊരു മാംസമെടുത്ത് ഭക്ഷിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടും? മരണസമയത്ത്, മരിച്ചു കിടക്കുന്ന സമയത്ത് ഇത്തരം ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്യോ? അതുപോലെ വെറുക്കപ്പെട്ട ഒരു സംഗതിയാണ് നിങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹു തവ്വാബുർ റഹീം, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തൗബ ചെയ്ത് മടങ്ങി വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചത്, ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു മുഅ്മിൻ യാതൊരു നിലക്കും വിശ്വസനീയമല്ലാത്ത വാർത്തകൾക്കോ അതുപോലെ തന്നെ അതിൻ്റെ പ്രചരണങ്ങൾക്കോ കൂടെ പോകാൻ പാടില്ല എന്നതായിരിക്കണം നമ്മുടെ നിലപാട് എന്നതിനെക്കുറിച്ചാണ് ഇത് സൂചിപ്പിച്ചത്. നേർക്ക് നേരെ നമുക്ക് കിട്ടുന്ന വാർത്തകളെക്കുറിച്ചുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ ക്ലിയർ ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടുത്തെ പ്രിയ പത്നി സഫിയ റളിയല്ലാഹു തആല അൻഹയുമായി വീടിൻ്റെ മദീന പള്ളിയുടെ ഓരം ചാരി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഒരു മഗ്‌രിബിനോട് അടുത്ത സമയം, ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സഹാബികൾ അതിലങ്ങനെ കടന്നുപോയി. കുറച്ചാണ് കടന്നുപോയപ്പോൾ റസൂലുള്ള അവർ രണ്ടാളെയും തിരിച്ചു വിളിച്ചു. എന്നിട്ട് റസൂലുള്ള അവരോട് പറഞ്ഞു, യാ ഫുലാൻ ഹാദിഹി സൗജത്തി. ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ എൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായിട്ടുണ്ട് നബിയുടെ ഭാര്യയുമായാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. റസൂലുള്ള അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വസ്വാസ്, അവർ കുറച്ചും കൂടിയാണ് കടന്നുപോയി, സംശയത്തോടു കൂടിയാണ് പോകണമെങ്കിലോ നബിൻ്റെ ഏതൊരു പെണ്ണായിട്ട് അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നത്, ഇതെന്ത് പ്രവാചകനാണ് എന്ന് തോന്നാലോ. അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ നേരത്ത്, ഏശാമഗ്‌രിബിൻ്റെ നേരത്ത് എന്താണ് ഇപ്പോഴായിട്ട് അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് തോന്നാലോ. അത്തരം ഒരു സാഹചര്യം മനുഷ്യർക്കിടയിൽ ഉണ്ടായേക്കാം എന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, റസൂലേ താങ്കളുടെ ഭാര്യയുമായാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് അറിയാലോ, മറ്റുള്ളവർ വിചാരിക്കണ മാതിരി ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നവർ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസ് അവിടെ പറഞ്ഞതാണ്, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. പിശാചുണ്ടല്ലോ മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ എവിടെയാണ് എപ്പോഴാണ് പൈശാചികത ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം സൂക്ഷ്മത ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഇടപെടൽ, ആണും പെണ്ണും എന്ന നിലക്ക് മാത്രമല്ല, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഇടപെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ സാമ്പത്തിക വിഷയമാവും, ചിലപ്പോൾ സംസാരങ്ങളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സൗഹൃദങ്ങളായിരിക്കും, ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളതാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ അത് എന്താണ് എന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട് എന്നാണ്. ഇത്തരം തെറ്റിദ്ധാരണകൾ വന്നാൽ എന്താ ഉണ്ടാവുക? കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ചോ മറ്റൊരു പുരുഷനെക്കുറിച്ചോ വെറുതെ സംസാരിച്ചിരുന്നതാവാം, ചിലപ്പോൾ ഒരു ഫോൺ ചെയ്തതാവാം, ചിലപ്പോൾ ഒരു മെസ്സേജ് വന്നതാകാം. തെറ്റിദ്ധാരണ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവം? അത് വളർന്ന് ആ ദാമ്പത്യം, കുടുംബജീവിതം തകർന്നു പോകും. 2 സുഹൃത്തുക്കൾക്കിടയിലാണ് ഇത് വരുന്നതെങ്കിലോ ആ കൂട്ടുകെട്ട് തകർന്നു പോകും. ബന്ധുക്കൾക്കിടയിലാണ് വരുന്നതെങ്കിലോ കുടുംബബന്ധം തന്നെ താറുമാറാകും. ആദർശ ബന്ധുക്കൾക്കാണ് വരുന്നതെങ്കിലോ അവരുടെ പ്രബോധന മാർഗങ്ങൾ, അവരുടെ സുഗമമായ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിച്ചു പോകും, നിന്നുപോകും. 2 പാർട്ടികൾക്കിടയിലൊക്കെ ആണെങ്കിലോ അത് പിളർപ്പിലേക്കോ ഭിന്നതയിലേക്കോ ഒക്കെ എത്തിച്ചേരും. ഇതൊക്കെ ഊഹവും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ പരത്താതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം. തെറ്റിദ്ധാരണകൾക്കുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തെറ്റുകൾ സ്വാഭാവികമായും മനുഷ്യരെന്ന നിലയ്ക്ക് വന്നുപോയിട്ടുണ്ടാകാം, സ്വാഭാവികമാണ്. നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, പരസ്പരം പറഞ്ഞു തീർക്കേണ്ടതൊക്കെ വളരെ സ്വകാര്യമായി കണ്ട് പറഞ്ഞ് പരിഹരിച്ച് നമ്മൾ വിശുദ്ധരായി മാറുക. പിന്നെ സലഫുകളൊക്കെ പറയും, നമുക്കൊരാളെ പറ്റി ഇങ്ങനെ തെറ്റിദ്ധാരണ തോന്നാനുള്ള സാഹചര്യം വന്നാൽ അവർ പറഞ്ഞത് ഫൽത്തമിസ്ലഹു ഉദുറൻ വാഹിദൻ ഇലാ 70 ഉദുറൻ. ഒരു 70 കാരണങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം എന്നാണ്. അയാൾ ഇന്ന കാരണം കൊണ്ടായിരിക്കും ഇന്നപ്പം മൈൻഡ് ചെയ്യാതെ പോയത്, ഇന്ന കാരണം കൊണ്ടായിരിക്കും അയാൾ ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കാതെ പോയത്. അങ്ങനെ ഒരു 70 പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. എന്നിട്ടും അയാൾക്ക് പിന്നെയും തെറ്റിദ്ധരിക്കാനാണ് തോന്നിയെങ്കിൽ സലഫുകൾ പറഞ്ഞാൽ എന്താണ്? ലഹു ഉദുറൻ ലാ അരിഫു. ഇതൊന്നുമല്ല, പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം അയാൾക്ക് ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഒഴിവാക്കി കളി എന്നാണ് സലഫു സ്വാലിഹ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. റസൂലുള്ള പഠിപ്പിച്ചത് നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ, നമ്മുടെ തഖ്വ നന്നാകാൻ, സൂക്ഷ്മത ഉണ്ടാകാൻ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. നമ്മൾ പഠിച്ച പ്രാർത്ഥനയാണ്. അത് ആവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൽ തഖ്വ ഉണ്ടാക്കി തരണേ പടച്ചോനെ, എൻ്റെ മനസ്സിന് തസ്കിയത്ത് ഉണ്ടാക്കി തരണേ പടച്ചോനെ. നീയാണ് എൻ്റെ വലിയ, എല്ലാ മൗലയും നീയാണ് റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പുറത്ത് മാപ്പാക്കി തരികയും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശുദ്ധിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതോ ഒക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും കണിശമായ വിചാരണകളിൽ നിന്നും കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ദീനിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ.
അള്ളാഹുവെ, ഇപ്പോൾ ഞങ്ങൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എല്ലാവിധത്തിലുള്ള വിപത്തുകളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഇത്തരം പ്രയാസഘട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവെ, പരിപൂർണ്ണ ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അത്തരം സാഹചര്യങ്ങളിൽ അവർക്കൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരുടെ ഹിദ്മത്തുകളൊക്കെ നീ പരിപൂർണമായി കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. കൂടുതൽ മാരകമായ പ്രയാസങ്ങളിൽ നിന്നും കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അവരുടെ സ്വാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ പരീക്ഷകളിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കച്ചവടത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലുമൊക്കെ നീ ധാരാളം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലമാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമയോടെ അള്ളാഹുവെ, നിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈമാനിന്റെ കരുത്ത് ഞങ്ങൾക്കൊക്കെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، اللهم ادخلنا الجنة مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.